ശ്രീ ജമീഷ്, ഈ ഒരു പോരാട്ടം ഇസ്രയേൽ ഇറാൻ സ്റ്റാൻഡ് ഓഫ് ഇരു കൂട്ടരും ഒരുപോലെ വിജയം ക്ലെയിം ചെയ്യുന്ന ഒരു പോരാട്ടമാണ്. ഇത് അവസാനിച്ചതിനെക്കുറിച്ച് ഡോക്ടർ അനിൽകുമാർ ഇവിടെ സൂചിപ്പിച്ചു. ഇസ്രയേൽ കഴിഞ്ഞു. ഒറ്റ വരിയിൽ പറഞ്ഞാൽ ഇല്ല. പ്രഖ്യാപിത ലക്ഷ്യം നമ്മൾ കണ്ടതാണ്. രണ്ട് കാര്യങ്ങളാണ്. ഒരു പ്രഖ്യാപിത ലക്ഷ്യം ഇറാൻ്റെ ആണവ ആയുധ കേപ്പബിലിറ്റിയെ പൂർണ്ണമായി നിർവീര്യമാക്കുക. അത് പൂർണ്ണമായി നിർവീര്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് എൻഡ് അനാലിസിസ്. ഫിസൈൽ മെറ്റീരിയൽ, അതായത് സമ്പുഷ്ടീകരിച്ച യുറേനിയം, ഏതാണ്ട് 400ഓളം കിലോഗ്രാം യുറേനിയം സമ്പുഷ്ടീകരിച്ചിട്ടുണ്ടാവണം. അത് ഏതാനും ബോംബുകൾ ഉണ്ടാക്കാൻ പര്യാപ്തമാണ്. അത് മുൻകൂട്ടി തന്നെ മാറ്റി എന്ന് വ്യക്തമായ തെളിവുകളുണ്ട്. അപ്പോൾ അതിനർത്ഥം ഈ ഫിസൈൽ മെറ്റീരിയൽ ഇപ്പോഴും ഇറാൻ്റെ കയ്യിൽ സുരക്ഷിതമായി എവിടെയോ ഒളിച്ചു വച്ചിരിക്കുന്നു. രണ്ടാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു റെജീം ചേഞ്ചാണ്. അയത്തുള്ള അലി ഖൊമേനി നയിക്കുന്ന മതഘടനകൾക്ക് പ്രാധാന്യമുള്ള ഇറാൻ്റെ അഡ്മിനിസ്ട്രേഷൻ അത് നിലനിർത്തിക്കൊണ്ട് ഒരിക്കലും ആ പ്രദേശത്ത് സമാധാനമായി ഇസ്രയേലിന് ജീവിക്കാനാവില്ല എന്ന് ഇസ്രയേലിൻ്റെ ഒരു വിശ്വാസം. അത് ഇസ്രയേൽ വളരെ പരസ്യമായിട്ട് പറഞ്ഞു, വി നീഡ് എ റെജീം ചേഞ്ച്. അതൊരു പരിധിവരെ അമേരിക്ക കൂടി ആ റെജീം ചേഞ്ച് എന്ന നയത്തിലേക്ക് വരുന്ന കാഴ്ച വാക്കുകൾ കൊണ്ടെങ്കിലും കണ്ടു. പക്ഷേ ഇസ്രയേലിൻ്റെ പ്രഖ്യാപിത നയങ്ങൾ റെജീം ചേഞ്ച് നടന്നിട്ടില്ല. അതുമാത്രമല്ല, ദുർബലമായിക്കൊണ്ടിരുന്ന ആഭ്യന്തര കലഹത്താൽ ആഭ്യന്തരമായി ഒരുപാട് മനുഷ്യാവകാശ ലംഘനങ്ങൾ, ഒരുപാട് ഗവൺമെൻറ് വിരുദ്ധ ചിന്താഗതി, ഇതെല്ലാം തന്നെ ഉണ്ട്. ഒരുപാട് രാഷ്ട്രീയ പ്രതിയോഗികളെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാടുകൾ. ഇപ്പോൾ യുദ്ധമായി കഴിഞ്ഞപ്പോൾ ഇറാനിയൻ ജനത ഒരുമിക്കുന്ന ഒരു കാഴ്ചയാണ്. ഒരു മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയാണ് ഇറാൻ. അത് പേർഷ്യൻ കൾച്ചർ മാത്രമല്ല, അവിടെ ഖുർദുകളുണ്ട്, മറ്റ് വിഭാഗങ്ങളുണ്ട്. എന്തിന് അവിടെ ഇറാനിൽ ജൂതർ പോലുമുണ്ട്, ജൂതവംശജർ പോലുമുണ്ട്. ഇപ്പോൾ ഇസ്ഫഹാൻ എന്ന നഗരത്തിൽ, ഈ ആണവ നിലയമുള്ള നഗരമാണ്, അവിടെ 11 ഈ സിനഗോഗുകൾ അവിടെയുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ കമ്മ്യൂണിറ്റീസുമുള്ള ഒരു രാജ്യമാണ് ഇറാൻ. അപ്പോൾ ഇറാൻ്റെ ദേശീയത വളരെയധികം ഉണർന്ന് പ്രവർത്തിച്ചു എന്ന് കാണാം. ഇറാൻ നാശനഷ്ടങ്ങളുണ്ടായി, വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളുണ്ടായി. പക്ഷേ ഇസ്രയേൽ ഉദ്ദേശിച്ച രീതിയിലുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. ഇനി അമേരിക്കയുടെ ലക്ഷ്യം എന്തായിരുന്നു? അമേരിക്കയുടെ ലക്ഷ്യം കുറച്ചുകൂടെ നിഗൂഢമായിരുന്നു. ഇസ്രയേലിൻ്റെ ലക്ഷ്യം നമുക്കെല്ലാം ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക വാണ്ട്സ് എ ഫുട് ഹോൾഡ് ഇൻ വെസ്റ്റ് ഏഷ്യ. അത് തുടർന്നും ഉണ്ടാകണം എന്ന ഒരു നിഷ്കർഷ. ഇപ്പോൾ നിലവിൽ ഒരു 40,000-നും 46,000-നും ഇടയ്ക്ക് സൈനികർ, അമേരിക്കൻ മെറീനുകളും സൈനിക വിഭാഗങ്ങളുമെല്ലാം ആ പ്രദേശങ്ങളിലുണ്ട്. 19 താവളങ്ങളാണ് അമേരിക്കൻ താവളങ്ങൾ. സൗദിയിലുണ്ട്, കുവൈറ്റിലുണ്ട്, ഇറാഖിലും സിറിയയിലുമുണ്ട്. അതുപോലെ തന്നെ പല പ്രദേശങ്ങളിലാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു താവളമാണ് ഇറാൻ ബോംബ് ചെയ്ത ഖത്തറിലെ താവളം, വ്യോമ താവളം. ഇങ്ങനെയുള്ള ഇടങ്ങളിൽ അമേരിക്കൻ സൈന്യം ഇനിയും തുടരും. അതുമാത്രമല്ല, ദീർഘകാലം തുടരും, എണ്ണം കൂടുകയും ചെയ്യും. അതിനൊരു നിമിത്തമായി ഇത് വന്നു. ഇറ്റ് ഈസ് അഡ്വാൻറ്റേജ് അമേരിക്ക ഇൻ ദാറ്റ് സെൻസ് ഓഫ് ദ ടേം. അതുമാത്രമല്ല, അമേരിക്കയുടെ ആയുധ കച്ചവടം, അവിടെ അരക്ഷിതത്വം, ഇറാനെ പോലെ ഒരു എനിമിയെ ചൂണ്ടിക്കാണിക്കണം. സുരക്ഷാ ഭീഷണി ഇസ്രയേലിന് മാത്രമല്ല, അറബ് രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് GCC രാജ്യങ്ങൾക്ക് വലിയ സുരക്ഷാ ഭീഷണി ഉണ്ട്. അതിന് അമേരിക്കയുടെ സഹായം വേണം. ഇറാനെ കൗണ്ടർ ചെയ്യാൻ അമേരിക്കയുടെ സഹായം വേണം. സഹായം ലഭിക്കുമല്ലോ, കൊടുക്കുമല്ലോ. അതുമാത്രമല്ല, ട്രാക്ക് റെക്കോർഡ് അമേരിക്ക മടിച്ചു നിൽക്കില്ല. വേണ്ടി വന്നാൽ അമേരിക്ക ഇറാൻ്റെ മേൽ ബോംബ് വർഷിക്കും. തീർച്ചയായും ബങ്കർ ബസ്റ്റർ ബോംബുകളുടെ പ്രഹരശേഷി അളക്കാനുള്ള ഒന്നാം തരം അവസരമായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഈ ഒരു പോരാട്ടത്തെ കണ്ടു. 60 മീറ്റർ താഴെയാണ് നഥാൻസിലെയും അതുപോലെ ഫർദോയിലെ ആണവ നിലയുമൊക്കെ 60 മീറ്റർ താഴെയാണ്. അപ്പം ബങ്കർ ബസ്റ്റർ B-2 ബോംബറുകളിൽ നിന്നും വർഷിക്കാവുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് 30 മുതൽ 40 വരെ മീറ്റർ അടിയിലേക്ക് ഇടാം. ഒന്നിലധികം ബോംബുകൾ ആ നിലയത്തിൽ വർഷിക്കാൻ കഴിഞ്ഞു, ഒരേ ഇടത്ത് തന്നെ. പക്ഷേ മെറ്റീരിയൽസ് എല്ലാം മാറ്റിക്കഴിഞ്ഞു, സെൻട്രിഫ്യൂജുകൾ മാറ്റിക്കഴിഞ്ഞു. അപ്പോൾ പിന്നെ എംപ്റ്റി ഷെല്ലിന് മുകളിലാണോ ഈ മിസൈൽ വർഷം നടത്തിയത് എന്ന് ന്യായമായ ചോദ്യം. അതുകൊണ്ടാണ് മുൻകൂട്ടി അറിയിച്ച ഡോക്ടർ അനിൽ സൂചിപ്പിച്ചതുപോലെ മുൻകൂട്ടി ഇറാന് ഒരു സൂചന നൽകി, ഞങ്ങൾ ആക്രമിക്കും, ഇന്ന ഇടങ്ങളിലായിരിക്കും, ഉദ്ദേശം ഇന്ന സമയത്തായിരിക്കും. അതിനുശേഷം ഇറാനും അമേരിക്ക അറിയിച്ചു, ഞങ്ങൾ നിങ്ങളുടെ താവളത്തിൽ പ്രത്യാക്രമണം നടത്തും. അത് സൗദി ഇവരെ അറിയിച്ചു, ഇവിടെയാണ് ഖത്തറിനെയും അറിയിച്ചു, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്,
അപ്പം ഇത് കണ്ടു നിന്ന ആളുകൾ, കണ്ടു നിന്ന നിരീക്ഷകർ, അല്ലെങ്കിൽ ആ പ്രദേശത്തെ രാജ്യങ്ങൾ, ഇവരെ എല്ലാം തമസ്കരിച്ചുകൊണ്ട് യഥാർത്ഥ ഉദ്ദേശം എന്തായിരുന്നു എന്ന് തമസ്കരിച്ചുകൊണ്ടാണ് മുന്നോട്ട്. അതുകൊണ്ട് അമേരിക്കൻ ഉദ്ദേശങ്ങളും നിറവേറിയതായിട്ട് കാണാം. ഇസ്രായേലിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ പൂർണ്ണമായി നിറവേറിയിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ.